ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല. അർജുന് യോജിക്കാത്ത ഒരുത്തിയ. ഈ കുടുംബത്തിന് ഒട്ടും യോജിക്കില്ല. എന്തായാലും കൊണ്ടുവന്നല്ലേ, നേരെ പോവാൻ നോക്കാം. ഇല്ലെങ്കിലേ ചവിട്ടി വെളി കളയല്ലോ. ഓം അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ. പൂവ് കിട്ടി. ഇനിയിപ്പോ ഏത് മന്ത്ര പറയണ്ടെന്ന് അറിയില്ലല്ലോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ദേവി നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി എന്റെ അമ്മേന്റെ കാല് മണിക്ക് വീഴാനുള്ള സ്ഥലം. അയ്യോ, പ്രാർത്ഥിച്ച് എനിക്ക് തന്നെ ഇത് കിട്ടണം. എന്തോറ്റി മേഡം? അതെ ചിന്നു, നിനക്ക് പൂജയൊക്കെ അറിയാലോ. അതെ, എനിക്ക് പൂജ ചെയ്യാൻ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നീ പാടിയാ മതി, ഞാൻ ഏറ്റുപാടിക്കോളാം. മന്ത്രം. എന്നാ എനിക്ക് ബാ. എന്റെ ഈശ്വരാ, എന്റെ കാലിൽ തന്നെ വീഴണോ? നന്നാ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ഈശ്വര, ഒരു ഡൗട്ടും തോന്നിയേക്കല്ലേ. ഈശ്വര അനുഗ്രഹിക്കണേ. ചേച്ചി അങ്ങോട്ട്. മനുഷ്യന്റെ കാലും പോയി. അമ്മ വന്നേ. അതൊക്കെ പറയാം. അമ്മ വാ. വാ.
എന്നോടാണ്. വേറെ ആരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഈ വീട്ടില് എന്നെ അറിയാത്തവരില്ല. എല്ലാവരും തന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ വീട്ടിലേതാ ഞാനും. എനിക്ക് നിങ്ങൾ അറിയില്ല. അതാ ആരാന്ന് ചോദിച്ചത്. ഇയാള് ഭദ്രേട്ടന്റെ മോളല്ലേ? അതെ. കൊറേ കാലം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഇത്രയ്ക്കും ഗ്ലാമർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് മെനയായിട്ടുണ്ട്. ആ, നീ പോയി രമിച്ചേച്ചോടൊന്ന് വരാൻ പറ. കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറ. ആര് വന്നു പറയണം? നരേന്ദ്രൻ വന്നെന്ന് പറഞ്ഞാ മതി. ഞാൻ പറയാം. ആ, ആ നരേന്ദ്രേട്ട എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളെ ആരെ അറിയിക്കാതെ വിവാഹമൊക്കെ കഴിച്ചല്ലേ? അങ്ങനെ വേണ്ടി വന്നു ചേട്ടാ. ആ, എന്തായാലും സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ കിട്ടിയല്ലോ, അത് മതി. ആ നരേന്ദ്രൻ ഇരിക്കെ. വേണ്ട ചേച്ചി, ഞാനിവിടെ നിന്നോളാം. അർജുനോട് ഞാൻ പറയായിരുന്നേ, വിവാഹം നമ്മളെ അറിയിച്ചില്ലെന്ന്. പെറ്റമ്മയെ അറിഞ്ഞില്ല. അപ്പോഴാണോ ദൂരെയുള്ള നീ? അല്ല, എന്നിട്ട് അർജുന്റെ പെണ്ണെവിടെ? കണ്ടില്ലല്ലോ. ഞാൻ വിളിക്കാം. അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല. അർജുന് യോജിക്കാത്ത ഒരുത്തിയ. ഈ കുടുംബത്തിന് ഒട്ടും യോജിക്കില്ല. എന്തായാലും കൊണ്ടുവന്നല്ലേ, നേരെ പോവോ നോക്കാം. ഇല്ലെങ്കിലേ ചവിട്ടി വെളിയിൽ കളയല്ലോ. ആഹാ